എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഞാൻ ഇന്ന് എൻ്റെ എപ്പീഷ്യ ചെടികളുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബേസിക്കലി എനിക്ക് ആദ്യം കിട്ടിയ ഒരു എപ്പീഷ്യ ചെടി എന്ന് പറയുന്നത്. ഇത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു പീസ് ഓടിച്ചുകൊണ്ട് വന്ന് നട്ടുപിടിപ്പിച്ചതാണ്. പക്ഷേ ഇതെല്ലാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇപ്പോൾ റേറ്റ് എങ്ങനെയാണെന്നറിയില്ല. ഇത് എൻ്റെ കയ്യിൽ വന്ന സമയത്ത് ഞാൻ ഒരു വിധം വില കൊടുത്ത് മേടിച്ചതാണ്. യെല്ലോ ഫ്ലവറുള്ള എപ്പീഷ്യ. ഇത് റയറായിരുന്നു അന്നൊക്കെ, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് മറ്റൊരു വെറൈറ്റി. ഇനി ഈ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഒരു പിങ്ക് ഷെയ്ഡ് അല്ല, മജന്തയും അല്ലാത്തൊരു ഷെയ്ഡിൽ വരുന്ന ഫ്ലവറാണ്. ഫ്ലവർ ഉണ്ടായപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഇതും റയറാണ്. പിന്നെ ഇതാണെങ്കിലും ഇതിലൊരു ലൈറ്റ് റെഡ് ഫ്ലവറാണ് വരുന്നത്. ഇതിൻ്റെ ഇലയുടെ വ്യത്യാസം കണ്ടു, ഈ ഇലയിൽ നിന്ന് അതിനുള്ള വ്യത്യാസം കണ്ടു. ഇതൊരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഇലയും അതുപോലെ തന്നെ ഒരു മജന്തയുടെ സാമ്യമുള്ളൊരു ഫ്ലവറുമാണ് അതിൽ വരുന്നത്. ഇത് വന്നിട്ട് ഒരു നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ചെടിയുടെ തന്നെ ഗ്രീൻ കളറാണെങ്കിലും അതിൻ്റെ ലീഫിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഇത് കണ്ടു, ഒരു അരയമ്പുലിയുടെയൊക്കെ ഒരു ഡിസൈൻ പോലെയാണ്. അപ്പോൾ ഇത് ഗ്രീൻ ആണെങ്കിൽ ഇത് അതിൻ്റെ ബ്രൗൺ ആണ്. കണ്ടു, ഇതിലെല്ലാം ഇതുപോലത്തെ റെഡ് ഫ്ലവർ തന്നെയാണ് വരുന്നത്. കണ്ടു, ഈ എപ്പീഷ്യ ചെടിയിൽ ഗ്രീൻ, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ. ഇതാണെങ്കിൽ ലൈറ്റ് ഗ്രീനും ബ്രൗണും ചേർന്നാണ് ഇതിൻ്റെ ലീഫ്. ഈ ഇലയിലെ വൈവിധ്യം തന്നെയാണ് എപ്പീഷ്യ ചെടികളെ പ്രധാനമായിട്ടും ഇവയെ ഭംഗിയായിട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാക്കുന്നത്. ഇനി ഇത് കണ്ടു, ബ്രൗണും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഇലയിലെ ഡിസൈൻ കണ്ടു. ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ. ഈ എപ്പീഷ്യയിൽ അതിൻ്റെ ആ ഇലയുടെ വെയിൻസൊക്കെ പോയിരിക്കുന്നതും അതിൻ്റെ ഡിസൈനിങ്ങിലുള്ള വ്യത്യാസം. ഇനി ഇത് മറ്റൊരു എപ്പീഷ്യയാണ്. ഇത് ശരിക്കും പ്യുവർലി ഒരു പിങ്ക് ഫ്ലവറാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. വെയിലത്ത് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഇതെല്ലായിടത്തും ഞങ്ങൾ തണലിലേക്ക് വെച്ചായിരുന്നു, അതുകൊണ്ടാണ് ഫ്ലവർ കുറഞ്ഞത്. ഇത് യെല്ലോ ആണ്. ഇത് പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്നത്, ഇത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്നത്, ഇതും പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എപ്പീഷ്യയുടെ വിശേഷങ്ങൾ. കാണാൻ നല്ല ഭംഗിയാണ്. ഈ ബ്രൗണൊക്കെ കണ്ടു, എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതെല്ലാം ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. വെയിലും കൂടെ കിട്ടണം. എന്നാൽ ഓവറായിട്ട് അല്ല കരിഞ്ഞു പോകുന്ന പോലെയുള്ള വെയിൽ പാടില്ല. കുറച്ച് ഷെയ്ഡിൽ അത്യാവശ്യം ബ്രൈറ്റ്നെസ് കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഫ്ലവർ ചെയ്യും, നല്ല ഭംഗിയായിട്ട് നമ്മുടെ എപ്പീഷ്യകൾ നമുക്ക് സന്തോഷം തരും. അതാണ് എൻ്റെ എപ്പീഷ്യയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എപ്പീഷ്യ ചെടികൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറൊക്കെ തരൂ പ്ലീസ്. ഓക്കേ, താങ്ക്സ് ഫോർ വാച്ചിങ്.